അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ചക്ക കൊണ്ട് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റിലൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് കണ്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ ഈ വീഡിയോ കാണാൻ വരുന്നത് കേട്ടോ, ഈ റെസിപ്പിൻ്റെ ഫുള്ള് കാണാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പഴുത്ത ചക്ക എടുക്കട്ടോ. എന്നിട്ട് അതിൽ കുരും ചൗനിയൊക്കെ കളഞ്ഞിക്കാണ്ട് നമ്മൾ നല്ല വൃത്തിയായിക്കാണ്ട് നമ്മൾ ഈ ചക്ക ഒന്ന് ഫുള്ള് മിക്സിയിൽ നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നല്ല സ്മൂത്തി ആയിട്ട് നമ്മൾ അരച്ചെടുത്ത് വന്നിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ ചക്കൻ്റെ ഒന്നുപോലും ബാക്കി ഉണ്ടാകാൻ പാടില്ല കേട്ടോ, നല്ലോണം അരിയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ള് അരച്ച് വെച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ട് നമ്മൾ ഒരു പാത്രത്തേക്ക് കോൺഫ്ലവർ ഇല്ലേ, അത് നമുക്ക് 2-3 സ്പൂൺ നമ്മളിതിലേക്ക് ആഡ് ചെയ്യട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ചുടുവെള്ളം ഒഴിക്കട്ടോ. അപ്പോൾ ചുടുവെള്ളം എന്തിനു ഒഴിക്കണമെന്ന് വെച്ചാൽ നമ്മൾ തണുത്തവെള്ളം പച്ചവെള്ളം പാരുകയാണെങ്കിൽ ഇത് ഇങ്ങനെ കട്ടക്കട്ടായി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ചുടുവെള്ളം ഒഴിച്ചാൽ നമുക്കിത് കട്ടയില്ലാതെ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചുടുവെള്ളം ഒഴിക്കണത്. എന്നിട്ട് നമ്മൾ ഈ ചക്കൻ്റെ നമ്മൾ അരച്ച പേസ്റ്റ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കട്ടോ. നമുക്ക് ഏത് ബൗളിലാണോ നമുക്ക് ഇളക്കിയെടുക്കേണ്ടത് ആ ബൗളിലേക്ക് നമ്മൾ മാറ്റിയെടുക്കട്ടോ. ഇത് നമ്മൾ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് ചൂടാക്കുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. കണ്ടങ്ങൾക്ക് കാണാൻ കഴിയേക്കാരം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പുകയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ. ഞാൻ അപ്പോൾ ഒരു 2-3-4 സ്പൂണൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടോ. നിങ്ങൾക്ക് എത്ര മധുരം വേണ്ട അതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ചക്കയിൽ തന്നെ നല്ല മധുരമൊക്കെ ഉണ്ടാവും, വേണമെങ്കിൽ ഇട്ടെടുത്താൽ മതി കേട്ടോ പഞ്ചസാരയൊക്കെ. അപ്പോൾ നമ്മൾ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇട്ടിക്കാണ്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ആ കുറുകലൊക്കെ ഒന്ന് പോയിക്കണ്ടാലും ലൂസായി നമുക്കൊന്ന് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ ഏകദേശം കുറേയൊക്കെ ലൂസ് ആയിക്കൊണ്ട് നമ്മളുടെ ഈ ചക്കൻ്റെത് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് കുറുകി കിട്ടുട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഈ ഒരു നെയ്യ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് നെയ്യ് ഇതിലേക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. നെയ്യ് ഇടുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ക്രീമി പോലെ നമുക്കൊരു ഇത് കിട്ടുട്ടോ, പുഡിങ്ങിൻ്റെ മാതിരി. അപ്പോൾ കണ്ടോ നമ്മളിത് ഒക്കെ സെറ്റായി വന്നിക്കും കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാത്രത്തേക്ക് ലേശം നെയ്യ് തടവിക്കാണ്ട് നമ്മൾ ഈ ഒരു ചക്കൻ്റെ ഇത് പാർന്ന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പേപ്പർ വെച്ചിക്കാണ്ട് നെയ്യ് തേച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടി പെർഫെക്റ്റ് ആയി കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ അലിക പോലെ ഇല്ലിട്ടുണ്ടാക്കുന്നത്, ഇങ്ങനെ പാത്രത്തിൽ നിന്ന് തന്നെ കോരിയെടുക്കാൻ പറ്റണേ അങ്ങനെ ടൈപ്പാട്ടോ. ഞാൻ അലിക പോലെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അലിക പോലെ വേണമെങ്കിൽ അല്ലെങ്കിൽ A4 ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് കഴിയുമ്പോൾ രസം നെയ്യ് പുരട്ടിക്കാണ്ട് ഈ ചക്കൻ്റെ അതായിക്ക് പാർന്നാൽ തന്നെ ഒരു ചതുരത്തിൽ കിട്ടിട്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കട്ടോ എല്ലായിടത്തും ആക്കിക്കാണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് തണുപ്പിച്ചെടുത്ത് വരട്ടോ. അപ്പോൾ കണ്ട ഗായ്സ് ഏകദേശമൊക്കെ തണുത്ത് വന്നിക്കും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മേലെ വേണമെങ്കിൽ ഇതിൽ എന്താ പറയുക, നമ്മളെ പാൽപ്പൊടി പാക്ക് എടുത്തുകൊണ്ട് ലേശം വിതറി കൊടുത്താൽ സൂപ്പറായി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണ്ട.